മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സ്നേഹത്തിനായി നിങ്ങൾ ആരുടെ മുന്നിലും യാചിക്കരുത്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ. അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക. ഭക്തരെ, നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. ഭക്തരെ, വളരെ കുറച്ചാളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും. ഭക്തരെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്തു പറയും എന്നു കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളെ സന്തോഷങ്ങളെ വേണ്ടെന്ന് വയ്ക്കാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ മറ്റുള്ളവർ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകില്ല. അവർ എപ്പോഴും നിങ്ങളുടെ വീഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ വീഴ്ചകൾ പലരോടും പറഞ്ഞ് ആഘോഷമാക്കുന്ന അത്തരം ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി ജീവിക്കുന്നവർ സ്വയം വിഡ്ഢികളാകുന്നു. ഭക്തരെ, നിങ്ങളുടെ കണ്ണുനീർ കാണാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളു കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ടാണ്. ഭക്തരെ, വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമത്തിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി. പ്രകടിപ്പിക്കാത്ത സ്നേഹം, കഴിക്കാത്ത ഭക്ഷണം, ചെലവാക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ്. സ്നേഹം, ധനം, ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക. നിങ്ങൾക്കത് 10 മടങ്ങായി തിരികെ ലഭിക്കും. ഭക്തരെ, ഒരാൾക്ക് നിങ്ങളെ വളരെ നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നിങ്ങൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. ഭക്തരെ, പിടിവാശി കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. വിട്ടുവീഴ്ചകൾ കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുന്നില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. ഭക്തരെ, ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നിങ്ങൾക്കൊപ്പമുണ്ടാകൂ. നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഭക്തരെ, പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകളായി തീരണം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.